അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോറ്റു തളർന്ന് ഇന്ദിരാഗാന്ധിയും അനുയായികളും അക്ബർ റോഡിലൂടെ സഞ്ചരിച്ചു. അതുവരെ രാജേന്ദ്ര പ്രസാദ് റോഡിലെ 5-ാം നമ്പർ കെട്ടിടത്തിലായിരുന്നു കോൺഗ്രസിന്റെ ആസ്ഥാനം. പാർട്ടിയിലെ പിളർപ്പിന് ശേഷം ഇന്ദിര പുതിയ ആസ്ഥാനം തേടിയെത്തിയതാണ് അക്ബർ റോഡിലെ 24-ാം നമ്പർ കെട്ടിടത്തിൽ. ആന്ധ്രയിൽ നിന്നുള്ള ഗതം വെങ്കിട്ടസ്വാമി എംപിക്ക് അനുവദിച്ച് കിട്ടിയ വസതിയായിരുന്നു. വെങ്കടസ്വാമി അത് പാർട്ടിക്ക് നൽകി. പിന്നീട് GK മൂപ്പനാരുടെ പേരിൽ അനുവദിച്ച് കെട്ടിടം കോൺഗ്രസ് തന്നെ നിലനിർത്തി. അതിനുശേഷം ഇന്നുവരെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, സീതാറാം കേസരി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ഇവിടെ വെച്ച് പാർട്ടിയെ നയിച്ചു. തോറ്റുനിന്ന പാർട്ടി ജയിച്ചു തുടങ്ങി. പിന്നെയും തോൽക്കുകയും വിജയിക്കുകയും മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയും ചെയ്തു. ആദ്യം ജനാർദ്ദൻ ദ്വിവേദിയും പിന്നീട് അംബിക സോണിയും അഹമ്മദ് പട്ടേലും അശോക് ഗെഹ്ലോട്ടും ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലും ജനറൽ സെക്രട്ടറിമാർ. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഫയലിലാക്കി സീറ്റിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടിയെല്ലാം നേതാക്കന്മാരെ കാത്തു നിൽക്കുന്നവർ, വലിയ മൂവർണ്ണ കൊടിയേന്തി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവർ, പാർട്ടി വിജയവഴിയിലാകുമ്പോൾ വലിയ ആൾത്തിരക്കും, പരാജയപ്പെട്ടു നിൽക്കുന്ന കാലത്ത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയും പലവട്ടം ഈ ആസ്ഥാന മന്ദിരത്തെ കണ്ടിട്ടുണ്ട്. ഈ പഴയ കെട്ടിടത്തിന് മുന്നിൽ തിരക്കൊഴിയുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരും ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കും. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.